അപ്പോൾ നമ്മൾ കൂടെ ഇന്നിപ്പോൾ ഉള്ളത് R3 ആണ്. സോ അപ്പോൾ 5 വർഷമായിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പ് തുടരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളാണ് യമഹയുടെ R3. സോ എന്തുകൊണ്ടാണ് യമഹയുടെ R3 ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് നോക്കിയാൽ ഇപ്പോൾ 300 to 400 cc പ്രോ സ്റ്റോക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഞ്ചിൻ അതുപോലെ തന്നെ അതിൻ്റെ സസ്പെൻഷൻ ഇതെല്ലാം നമ്മൾ മാക്സ് ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു മാക്സ് ഔട്ട് ചെയ്ത എഞ്ചിൻ ഓവർ എ പീരീഡ് ഓഫ് റേസസ് അതിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു റേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ റോഡിൽ ഒരു സ്ട്രെച്ച് ഡ്രാഗ് റേസ് ചെയ്യുന്നത് പോലെയല്ല റേസിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാൻഡിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പയർ ടു 390 R3 വളരെ നല്ല ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബൈക്ക് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ലാപ്പിൽ നമുക്ക് സ്ട്രെയിറ്റ്സ് മാത്രമല്ലല്ലോ കോർണേഴ്സും കൂടി ഉണ്ട്. അപ്പോൾ കോർണേഴ്സിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും R3 ഒരുപാട് കോർണർ സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 390 കാട്ടി എപ്പോഴും ഒരു എഡ്ജ് R3 ഉണ്ട്. അത് മാത്രം പോലെയല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇഞ്ചിൻ മാക്സ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സ് പവർ ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴത്തേക്കും റിലയബിലിറ്റി എന്ന് പറയുന്നത് കമ്പയർ ടു 390 R3യുടെ റിലയബിലിറ്റി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സസ്പെൻഷൻ ആയാലും അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ മാക്സ് ഔട്ട് ചെയ്യുന്ന പാർട്സ് ആയാലും നമുക്ക് തായ്ലാൻഡിൽ നിന്നോ അതുപോലെ തന്നെ നമുക്ക് മലേഷ്യയിൽ നിന്നോ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഈ ഒരു വണ്ടി അതായത് R3 അതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യാനായിട്ടുള്ള ടൂൾസ് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും R3 ഒരു പിടി നോക്കുന്നത് തന്നെ. പിന്നെ ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ക്ലിപ്പ് ഓൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിനെക്കാട്ടി നമ്മൾ ക്ലിപ്പ് ഓൺസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത് പക്ഷേ ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. സൈലൻസർ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ട്രാക്കിൽ ഓടിക്കുന്നത് കാരണം സൈലൻസറിൻ്റെ ആവശ്യമില്ല. പിന്നെ നോക്കിയാൽ ടയേഴ്സ് വന്നിട്ട് അപ്പോളോ ആൽഫ H2 എന്ന് പറഞ്ഞ ടയേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഗ്രിപ്പി ടയേഴ്സാണ്, സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സാണ്, ട്രാക്കിൽ ഓടിക്കാൻ വളരെ നല്ല ടയേഴ്സാണ്. സോ ഇത്രയാണ് ഈ വണ്ടി ചെയ്തേക്കുന്നത്. പിന്നെ ഓബിയസ്ലി നമുക്ക് കാണാം, നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്, ക്ലിപ്പ് ഓൺസ് താഴ്ത്തിയിട്ടുണ്ട്, പിന്നെ എക്കണോമിക്കലി മോർ ഫോക്കസ്ഡ് ആണ്. സോ അപ്പോൾ ഇത്രയാണ് ഈ ബൈക്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന മെയിൻ കാര്യങ്ങളെന്ന് വെച്ചാൽ. പിന്നെ ഇതിൽ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ R3 നമുക്കിപ്പോൾ R3 എന്ന് പറഞ്ഞാൽ പുതിയ ടൈപ്പ് R3 ഇറങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു സമയത്ത് ഇപ്പോൾ നമുക്കൊരു ഓൾഡ് R3 ഒരു 2018 R3 ഒക്കെ നമുക്ക് ഒരു 2 lakhs കിട്ടുവാണെങ്കിൽ അതൊരു വളരെ നല്ല ബൈക്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒക്കെ ആയാലും അതുപോലെ യമഹയുടെ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് നമുക്ക് കമ്പയർ ടു 390 ഈസ് എ ഗുഡ് ഡീൽ. നിങ്ങൾക്ക് ഒരു 2 ലക്ഷത്തിനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കാൻ നിങ്ങൾ വാങ്ങിച്ചോളൂ. പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ MRF ടയേഴ്സ് അതിപ്പോൾ റേസ് ചെയ്യാനായിട്ട് MRF ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ MRF ടയേഴ്സ് യൂസ് ചെയ്തിട്ടും അത്രയും ലീൻ ആംഗിളിലും എന്തുകൊണ്ട് ഞങ്ങൾ ക്രാഷ് ചെയ്യുന്നില്ല? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ ഓടിക്കുന്നവർ അവർ ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടൊക്കെ ലൂസായിട്ടാണ് അവർ ക്രാഷ് ചെയ്യുന്നത്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ടയർ പ്രഷർ, അതായത് ടയേഴ്സിൽ വെച്ചേക്കുന്ന ടയർ പ്രഷർ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ടയർ പ്രഷർ അല്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 22, 23 എന്നൊക്കെ പറയുന്നത് വളരെ ഓൾമോസ്റ്റ് ഇൻ 20-25 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ടയർ പ്രഷർ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ടയർ ഡീഫോർമേഷൻ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കോൺടാക്ട് പാച്ച് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ MRF ടയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ കോർണറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ടയർ പ്രഷർ നോക്കുക, ത്രെഡിൻ്റെ ഇത് നോക്കുക, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സേഫായിട്ട് കോർണർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു ടിപ്പായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞേ ഉള്ളൂ. കമ്മിങ് ബാക്ക് ടു R3. സോ R3യിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ R3യുടെ ഇപ്പോൾ ബാക്കിലത്തെ സീറ്റ് ഇപ്പോൾ ഇറങ്ങിയ പുതിയ മോഡലിനെക്കാട്ടിയും കുറച്ച് അപ്പായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഉള്ളത്. ആൻഡ് ഓൾസോ ടാങ്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളാണിത്. ആൻഡ് വെരി ഈസിലി ഫ്ലിക്കബിളാണ്. പിന്നെ പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ലീനിയർ പവർ ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മോട്ടോർ സൈക്കിളിന് റോഡിലെ ബിഹേവിയർ അല്ല ട്രാക്കിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ട്രാക്കിലെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കിപ്പോൾ സ്ട്രെയിറ്റ്സിലെ പവർ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർണേഴ്സിലും ഒക്കെ നമുക്ക് വി നീഡ് ആ ഒരു കോർണർ സ്പീഡ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് റേസിൽ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ കമ്പയർ ടു RC 390 ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. വേറാസ് R3 ഒരു ഡുവൽ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ എഡ്ജ് ഓവർ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ എപ്പോഴും ആ ഒരു റേസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിന് ടോപ്പ് എൻഡ് കൂടുതൽ ഹാപ്പി ആയിട്ട് ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്ക് സെറ്റപ്പിനെ കാട്ടി നമ്മൾ എഞ്ചിനിൽ നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനെ കാട്ടിയും ഒരു ഡുവൽ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. പിന്നെ കമ്പയർ ടു ദ ബ്രേക്സ്,
ബ്രേക്സ് എല്ലാവരും വന്നിട്ട് ഇപ്പോൾ നോർമലി ഒരുപാട് യൂട്യൂബ് റിവ്യൂവേഴ്സൊക്കെ വന്നിട്ട് ഓക്കെ നിസിൻ കാലിപ്പറാണ്, സോ നിസിൻ ബൈബ്രെ ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രെംബോ ആണെങ്കിലാണ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ട്രൂത്ത് ഈസ് ബ്രെംബോ ആയാലും ശരി നിസിൻ ആയാലും ശരി തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ബ്രാൻഡ്, ഇറ്റ് ഈസ് അബൌട്ട് എന്തൊക്കെ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാനായാലും ഞാൻ 165cc സ്റ്റോക്കിൽ ഞങ്ങൾ സ്റ്റോക്കായിട്ടുള്ള ബ്രേക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതും റേസിൽ. പക്ഷേ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ റബ്ബർ ഹോസസ് മാറ്റിയിട്ട് ഞങ്ങൾ സ്റ്റീൽ ബ്രെഡഡ് ലൈൻസ് യൂസ് ചെയ്യാൻ നോക്കും. സോ സ്റ്റീൽ ബ്രെഡഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ ഓയിൽ ഹീറ്റ് ആകുമ്പോഴത്തേക്കും അത് എക്സ്പാൻഡ് ആയിട്ട് നമ്മുടെ ബ്രേക്ക് പ്രഷർ കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റീൽ ബ്രെഡഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ബ്രേക്കിംഗ്, അതായത് ഈവൻ ഇതിലായാൽ പോലും ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്കിംഗ് നല്ലതല്ല. പക്ഷേ വെൻ യു ആർ റൈഡിങ് ഈവൻ ഓൺ എ ട്രാക്ക്, ഇപ്പോൾ ഈ ഒരു ബ്രേക്സ് നല്ലതാണ്. ലൈൻസ് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് സഫിഷ്യൻറ്റ്. സോ അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ഇൻ റേസസ് ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലായാലും ദിസ് ബ്രേക്ക് ഈസ് സഫിഷ്യൻറ്റ്. അതുകൊണ്ട് ഇപ്പോൾ MRF ടയർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ നിസിൻ കാലിപ്പർ ആയതുകൊണ്ടോ ആ ബൈക്ക് നോട്ട് വെൽ എക്യുപ്പൈഡ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു ആർ ടേക്കിംഗ് ഓർ കൺസിഡറിങ് ടേക്കിംഗ് ആൻ R3 അല്ലെങ്കിൽ നിങ്ങളൊരു R390 എടുക്കാൻ പോവുകയാണെങ്കിൽ രണ്ട് ബൈക്കും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മോസ്റ്റ്ലി ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വയ്ക്കാതെ തന്നെ പോയി നോക്കി അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ നോക്കുക. സോ ഇപ്പോഴത്തെ പുതിയ R3 ഇത്തിരി എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഐ വിൽ മേക്ക് എ വീഡിയോ റിഗാർഡിങ് ദാറ്റ് R3. ബട്ട് സോ ദിസ് ഈസ് ഇറ്റ്. ഇതാണ് ഞങ്ങളുടെ ട്രാക്ക് സ്പെക് R3.